നിങ്ങൾ ഇവിടെ താൽക്കാലിക ഒടുക്കാഴ്ച ഇല്ല. പല തസ്തികയിലെ ഉദ്യോഗസ്ഥന്മാരില്ല വെക്കേണ്ടതാരാ? നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് അത് നിർബന്ധിച്ചുകൊണ്ടോ? ഇവിടെ വേണ്ടേ? ഇവിടെ തളർപ്പെട്ടാണോ? ഒന്നും ആവണ്ടെന്നാണോ? UDF ഭരിക്കുന്ന വേണ്ടി നഷ്ടമുള്ളതാണോ? ജനങ്ങളെ തെരഞ്ഞെടുത്തില്ല. അയാളെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ട്രാൻസ്ഫർ ആക്കുന്നത് നിങ്ങൾ നേരെ വിളിച്ചില്ലേ? ജനങ്ങൾ അറിയണം. ഇവിടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പദ്ധതി പുതിയ ഭരണസമിതി വന്നു. പുതിയ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പെരുമാറ്റച്ചട്ടം ഫെബ്രുവരി ലാസ്റ്റോടുകൂടി വരാൻ പോവുകയാണ്. നമ്മുടെ പദ്ധതി നിർവഹണം നടത്തേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിരന്തരം അടിക്കടി സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ കണ്ടുവരുന്നത്. കഴിഞ്ഞ ഒരു 2-3 ദിവസമായി ഇവിടുത്തെ ഒരു എയ്ക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കുകയാണ്. ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ ഇവിടുന്ന് റിലീവ് ചെയ്യണമെന്നുള്ള സമ്മർദ്ദമാണ് മന്ത്രിതലത്തിൽ നിന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ പോലുമുള്ള സാവകാശം നൽകാതെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇവിടെ SCയെ നിരന്തരം വിളിച്ച് പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. നമ്മളെ അതുപോലെ തന്നെ അവരെ റിലീവ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ നിരന്തരം പീഡിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ പദ്ധതി പൂർത്തീകരിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥന് ഒരു സർവീസ് റൂൾ പ്രകാരം തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലത്തെത്തിയ 3 വർഷമാണ് ഇവർ പറയുന്നത്. അദ്ദേഹം വന്നിട്ട് ആകെ അത്രേ ആയിട്ടുള്ളൂ. 6-8 മാസമായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യം ഇപ്പം നിലവിൽ ഇവിടെയില്ല. ഈ സാഹചര്യം നമ്മൾ മന്ത്രിയെയും അതുപോലെ തന്നെ PDA ഉൾപ്പെടെയുള്ള ആളുകളെ JDN ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ച് ഈ ട്രാൻസ്ഫർ മാർച്ച് വരെയെങ്കിലും നീട്ടിത്തരണം, മാർച്ചിന് ശേഷം നിങ്ങൾ മാറ്റിക്കോളൂ എന്ന് നമ്മൾ പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് പോലും അതവർ അനുവദിക്കുന്നില്ല. കണ്ണൂർ കോർപ്പറേഷനെ ഈ ഗവൺമെൻറ് എല്ലാ തലത്തിലും ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ തുടരുന്നത് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ തലങ്ങ് വിലങ്ങ് മാറ്റുകയാണ്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥന്മാരില്ലാതെ ആ ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളെ സ്ഥലം മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളത് സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറിയുടെയും പ്രത്യേക തീരുമാനമാണ്. ആ തീരുമാനം ഇവിടെ നടപ്പാക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, കോഡ് ഓഫ് കോണ്ടാക്റ്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന സമയത്ത് പദ്ധതി പൂർത്തിയാക്കുക അതിനു മുമ്പേ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളത് കോർപ്പറേഷൻ ഭരണസമിതിയുടെ തീരുമാനമാണ്. അത് നടപ്പാകരുത്. ഇവിടെ വികസനം ഉണ്ടാകാൻ പാടില്ല, ഇവിടെ റോഡ് നന്നാക്കാൻ പാടില്ല, ഇവിടെ കുടിവെള്ളം കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനമാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ രാമേന്ദ്ര കടന്നപ്പള്ളി ഉൾപ്പെടെ അയാളുടെ ഇവിടുത്തെ മന്ത്രിയും MLA ഒക്കെയാണ്. ഇപ്പോൾ ഇവരൊക്കെ തീരുമാനിച്ചിട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസനം തടയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ, റോഡ്സിൻ്റെ എഞ്ചിനീയറെ, അദ്ദേഹം ട്രാൻസ്ഫറായി വന്നിട്ട് 6 മാസം പോലും ആയിട്ടില്ല. 3 വർഷം ഒരു സ്ഥലത്ത് ജോലി ചെയ്യണം എന്നുള്ള നിബന്ധന ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ആന്തൂരിലേക്ക് സ്ഥലം മാറ്റുമ്പോൾ മേയർ ഉൾപ്പെടെ ജോയിൻറ്റ് ഡയറക്ടറോടും ബന്ധപ്പെട്ട മിനിസ്റ്ററോടും പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായി ഒരാളെ വെക്കണം, ഒരാളെ നിങ്ങൾ ഇവിടെ തരണം. അതൊന്നും തരാതെ ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ റിലീവ് ചെയ്യുന്നതിന് വേണ്ടി SCക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണ്. ജോയിൻറ്റ് ഡയറക്ടർ ഒരു ഭാഗത്ത്, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഭാഗത്ത് വിളിച്ച് സമ്മർദ്ദത്തിലാക്കി ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യവും നടക്കാൻ പാടില്ല. കണ്ണൂർ കോർപ്പറേഷൻ വികസനമില്ലാത്ത ഒന്നും നടക്കാതെ ഒരു കോർപ്പറേഷനാക്കി മാറ്റുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് CPMന്. ആ അജണ്ട പ്രത്യേകിച്ച് കടന്നപ്പള്ളി രാമേന്ദ്രനും അതിൽ കൂട്ടുവെക്കുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം രാഷ്ട്രീയ താല്പര്യം കോർപ്പറേഷൻ്റെ വികസനത്തിനെതിരായി നടത്തുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുമെല്ലാം ഞങ്ങളുടെ JDA വന്നപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേതായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ജനങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ റോഡുകൾ ടാർ ചെയ്യാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ചെയ്യാതെ. ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായി സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അത് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കൂച്ചുവലം കിടുന്ന നിലപാടിനെതിരെയുള്ള പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഇതേ രൂപത്തിൽ ആവർത്തിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവും ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ മുമ്പോട്ട് പോകും. ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ വലിയ ഭൂരിപക്ഷത്തിൽ UDFനെ വിജയിപ്പിച്ചത്. ആ വിജയിപ്പിച്ചതിൻ്റെ ജാള്യത പലതരത്തിലുള്ള ആരോപണം പറഞ്ഞ് നടക്കാതപ്പോൾ അധികാരം വെച്ച് KK രാഗേഷ്, പിണറായി വിജയൻ്റെ പേരിലുള്ള സ്വാധീനം വെച്ച്, ഉദ്യോഗസ്ഥന്മാരുടെ സ്വാധീനം വെച്ച് ഈ കണ്ണൂർ കോർപ്പറേഷനെ വീർപ്പ് മുട്ടിക്കാൻ ശ്രമങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ശക്തമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങി പോരാടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
കണ്ണൂരിലെ ബ്യൂട്ടിഫിക്കേഷൻ വളരെ നന്നായി കൈകാര്യം ചെയ്ത ഒരു ആണ്. അദ്ദേഹത്തെ പ്രതികാരമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് MP ഗോവിന്ദൻ്റെ നിർദ്ദേശപ്രകാരമാണ് മാറ്റുന്നത്. അതൊരിക്കലും വെച്ചുറപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഒരു പ്രതികാര നടപടിയാണ്. വരുന്ന ഇലക്ഷനിൽ തീർച്ചയായും അത് CPM തന്നെ തിരിച്ചടിയാകുന്ന ഒരു തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു പരിപാടിയും നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ഈ വരുന്ന 1-1.5 മാസമാണ് ആദ്യം നമ്മുടെ മുന്നിലുള്ളത്. ആ സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലമാറ്റം ഉണ്ടായാൽ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കാത്തൊരവസ്ഥയിൽ തന്നെയുള്ളത്.